ഈ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ശരിക്കും അത് നമ്മുടെ ആ ഒരു സ്വപ്ന പദ്ധതി എന്ന രീതിയിൽ അത് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിന് അത് എത്രത്തോളം യോജിക്കുന്ന തരത്തിലേക്ക് പോകും? അത് വളരെ വലിയൊരു പരിപാടിയാണ്. അത് തുറമുഖം വളരെ വലിയൊരു തുറമുഖമാണ്. ആ പ്ലേസ് തന്നെ, വിഴിഞ്ഞം എന്ന് പറയുന്ന പ്ലേസ് തന്നെ വളരെ പ്രകൃതിദത്തമായിട്ട് വളരെ നമുക്ക് കിട്ടിയൊരു വരദാനം എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് പോയാൽ എത്രത്തോളം നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഭാവിയിൽ നമുക്കുണ്ടാകും? അതിനിപ്പോൾ കുറച്ച് തടസ്സങ്ങളുമൊക്കെ വന്ന് നിൽപ്പുണ്ട്. അത് രാഷ്ട്രീയമാണ്, അത് മാറ്റാനും കഴിയും. നമ്മുടെ ഏറ്റവും വലിയ ദുഃഖകരമായ യാഥാർത്ഥ്യം എന്താണെന്നാൽ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പ്രകൃതിയുടെ വരദാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണത്. അതെന്താണ് ഏതാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെറും പെട്ടിക്കട രാഷ്ട്രീയ ചർച്ചയിൽ എന്താ പറയുക, അതിൻ്റെ ഈ വീരവാദം പറയൽ അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കൽ, അതിനപ്പുറം വെറും തടസ്സവാദം ഉന്നയിക്കൽ, അതായത് വെറും രാഷ്ട്രീയ ലാഭം വെച്ചുകൊണ്ടുള്ള ചർച്ചകൾക്കപ്പുറം ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് ഈ ഒരു പദ്ധതി നമ്മുടെ നാടിന് എത്രത്തോളം ഗുണകരമാകുമെന്ന് ആരും പൊതുജന മധ്യത്തിൽ പറയുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത്തരക്കാർക്ക് ഇതെന്താണ് ഇതിൻ്റെ ഒരു സാധ്യത, അതും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്യമം. ഇത് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് പ്രകൃതിയുടെ വരദാനം എന്ന് പറയാൻ കാരണം ഈ കടൽ എന്ന് പറയുന്നത് കര സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മണ്ണിലെത്തിച്ച് മണ്ണ് വന്നടിയും. അപ്പൊ തീരദേശത്ത് എല്ലായിടവും ഒരേപോലെ ആഴം ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കൊച്ചി തുറമുഖത്തിന് പോലും ആ പരിമിതിയുണ്ട്. അപ്പൊ വിഴിഞ്ഞത്തിന് ആഴം വല്ലാണ്ട് കൂടുതലുണ്ട്. പ്രകൃതിദത്തമായ ആഴമുള്ള ഒരു പ്രദേശമാണ്. 24 മീറ്റർ വരെ ഈ വിഴിഞ്ഞത്തിന്റെ ആ പ്രദേശത്ത് 24 മീറ്റർ വരെ ആഴമുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം ഇന്ന് ലോകത്തുള്ള ഒരുവിധപ്പെട്ട ഭീമാകാരമായ ചരക്ക് കപ്പലും മദർഷിപ്പുകൾ എന്നാ പറയുക, അതിന് വന്നെടുക്കാൻ പറ്റുന്ന പ്രകൃതിയാലുള്ള, അവിടെ 10 പൈസ മുടക്കണ്ട, ഡ്രഡ്ജ് ചെയ്യണ്ട, അങ്ങനെയുള്ള അടിഭാഗം താഴെ കറക്റ്റായിട്ട് അത് മുട്ടില്ല, ആ ഒരു അവസ്ഥയിൽ വരും. ഇതേ സാധ്യത ഉള്ളത് കൊണ്ടാണ് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം പോലും പച്ചരി മേടിക്കുന്നത്. തീർച്ചയായിട്ടും. കൊളംബോ എന്ന് പറയുന്ന തുറമുഖം, അവിടെ ഈ മദർഷിപ്പുകൾ വന്ന് അടിയുന്നു അല്ലെങ്കിൽ അവിടെ അടുക്കുന്നു. സിംഗപ്പൂർ എന്ന രാജ്യം അത് ലോകത്തെ അതിസമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അവർക്ക് ആ സമ്പത്ത് കൊണ്ടെത്തിക്കുന്നതിൽ പ്രധാന സംഗതി അവിടെ ഇതേപോലെ ഒരു തുറമുഖം ഉള്ളത് കൊണ്ടാണ്. ട്രാൻസ്ഷിപ്മെന്റ് എന്നൊരു പദത്തെക്കുറിച്ച് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി നിരവധി തവണ ഇങ്ങനെ പറയാറുണ്ട് ആളുകൾ. ചേട്ടൻ അറിയാവോ എന്താ ഈ ട്രാൻസ്ഷിപ്മെന്റ് എന്ന്? ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, തുറമുഖത്തിൽ നിന്ന്. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. കാര്യം ഈ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പലരും മനസ്സിലാക്കുന്നില്ല. ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് സാധനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായ അതാണ്. കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പം ചൈന നമ്മുടെ തൊട്ട് ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ ഇന്ത്യ അടങ്ങുന്ന ഭൂപ്രദേശമുള്ള മേഖലയിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡക്ഷൻ സെൻ്ററാണ് ചൈന. അപ്പോൾ അവിടെ ഒരു ഉൽപ്പാദകശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരൊരു മദർഷിപ്പിലോട്ടാണ് കയറ്റുക. മദർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമാകാരമായ ചരക്ക് കപ്പൽ, ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ അതിൽ ഉണ്ടാകും. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ വരുന്ന വഴിക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ഒരു വാഹനത്തിൽ, ഒരു പാഴ്സൽ വാഹനത്തിൽ പല സ്റ്റോക്കുകൾ ലോഡ് ചെയ്യുന്നു. വരുന്ന വഴിക്ക് അത് കൊല്ലത്തും ആലപ്പുഴയിലും എറണാകുളത്തും ഒക്കെ ലോഡ് ഇറക്കാനുണ്ടെങ്കിൽ അത് ഇറക്കി വരുന്നത് എത്ര നല്ലതായിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ ചൈന അതേപോലുള്ള വൻകിട രാഷ്ട്രങ്ങളിൽ നിന്ന് മദർഷിപ്പുകളിൽ ചരക്ക് അയക്കുന്നു. ഈ വലിയ കപ്പലുകളിലാണ് അയക്കുന്നത്. അവർ ചെറുകിട ഈ പോർട്ടുകളിൽ അടുക്കാനൊക്കില്ല. അവർക്ക് ഇമാതിരി വൻകിട പോർട്ടുകളിൽ അടുത്തിട്ട് ഈ ചരക്ക് വീതിച്ചു കൊടുക്കുന്നു ചെറുകിട കപ്പലുകളിലേക്ക്. എന്നിട്ട് ഈ ചെറുകിട കപ്പലുകളാണ് മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് വൻ സാമ്പത്തിക ലാഭമുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം പോലും ഈ ആവശ്യത്തിന് പോകുന്നത് ശ്രീലങ്കയിലോട്ടോ സിംഗപ്പൂരിലോട്ടോ ആണ്. ഇപ്പോൾ കൊളംബോയിൽ പോയാണ് ചെയ്യുന്നത്. അതെ, കൊളംബോയിൽ പോയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പം നമ്മുടെ ചെലവ് കൂടുന്നു, നമുക്ക് കിട്ടേണ്ട വരുമാനം വല്ലവനും കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും ഈ ആ വരുമാനമൊക്കെ ഇനി ഇവിടെ വരേണ്ടതാണ്. അതെ, ഇവിടെ വരണം. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം വരാൻ ഉള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ ആലോചന തുടങ്ങിയിട്ട്
വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അതെ. നമ്മൾ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ്. അത് ആ പദ്ധതി ഇതുവരെ വൈകിപ്പിച്ചത് രാഷ്ട്രീയ എന്താ പറയുക ഗീർവാണ പ്രസംഗത്തിനപ്പുറം കാര്യമായിട്ട് മുമ്പോട്ട് പോയില്ല. ഏതായാലും ഉമ്മൻചാണ്ടി കല്ലിട്ടെന്ന് പറയുന്നു, ശരി. പിണറായി വിജയൻ കല്ലിന്റെ പുറത്ത് പണിഞ്ഞെന്ന് പറയുന്നു. ഇപ്പൊ VD സതീശന്റെ കാലത്ത് പദ്ധതി അത് ഫുൾ സ്വിങ്ങിലായിട്ടുണ്ട്. അതിന്റെ ഒന്നാം ഘട്ടം ഏതാണ്ട് ഫുൾ സ്വിങ്ങിലായിട്ടുണ്ട്. രണ്ടാം ഘട്ടം, അതായത് പൂർണ്ണ തോതിലുള്ള കയറ്റുമതി ഇറക്കുമതി അവിടെ സാധ്യമായതിന്റെ ഉദ്ഘാടനമാണ്. അത് ഇപ്പോഴും അതിന്റെ പേരിലുള്ള ട്രോളാണ്. ഇവിടുന്ന് ഇഡലി കയറ്റി അയക്കുന്നു. ഇമാതിരി വില കുറഞ്ഞ ചർച്ചയ്ക്കപ്പുറം ഈ പദ്ധതിയെ കുറിച്ചുള്ള ഇതിന്റെ സാധ്യതയെ കുറിച്ച് എത്ര പേര് മനസ്സിലാക്കി? പ്രേം പറഞ്ഞു ഈ അത് എവിടെയൊക്കെ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യ ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്ക് ഈ രാജ്യങ്ങളെ തേടിയാ പോകുന്നതന്നെ. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൊട്ടേറ്റ്, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതായത് ഈ കിഴക്ക് പടിഞ്ഞാറ് കപ്പൽപാത, അതെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചൈന, ജപ്പാൻ അവിടെ നിന്നൊക്കെയുള്ള ചരക്ക് വന്നിട്ട് നമ്മുടെ മലാക്ക കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നു. ശ്രീലങ്കയെ ചുറ്റി തിരിഞ്ഞ് കറങ്ങി ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു സൂയിസ് കനാൽ വഴി. ഇതാണ് ഒരു ലോക വ്യാപാരത്തിന്റെ ഒരു പൊതുഘടന. ഈ പോകുന്ന വഴിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ അന്താരാഷ്ട്ര കപ്പൽച്ചാലിന്റെ തൊട്ടടുത്താണ് നമ്മുടെ വിഴിഞ്ഞം നിൽക്കുന്നത്. ഈ പറയുന്ന റൂട്ടിലുള്ളത് കൊണ്ടാണ് ശ്രീലങ്ക പച്ചരി മേടിക്കുന്നത്, കൊളംബോ തുറമുഖം ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സാധ്യത ഇതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇപ്പൊ തൊട്ടടുത്ത കൊച്ചി തുറമുഖം ഉണ്ടല്ലോ, നമ്മുടെ കൺമുമ്പിലുള്ള കൊച്ചി തുറമുഖം, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഇതേ ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടുത്തെ ആഴം ഏതാണ്ട് 15 മീറ്ററിൽ താഴെയാണ്. ഇതേപോലുള്ള ഭൂമിയല്ല. അപ്പൊ അതുകൊണ്ട് വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുള്ള അത്ര വലിയ കപ്പലുകൾക്ക് അവിടെ അടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അവിടെ ഈ നിരന്തരമായി മണ്ണ് വന്നടിഞ്ഞിട്ട് അത് ഡ്രഡ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. മനസ്സിലായി. വിഴിഞ്ഞത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനൊരു അനന്ത സാധ്യത തുറന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം പ്രത്യക്ഷത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് വലിയൊരളവ് നികുതി കിട്ടുന്നുണ്ട്. ഈ ഒരു ഏർപ്പാടിലൂടെ നമ്മുടെ സർക്കാരിന് ഒരു പരിധി വരെ ടൂറിസം വികസനം സാധ്യമാണ്, റിയൽ എസ്റ്റേറ്റ് വികസനം സാധ്യമാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള കുറച്ച് വരുമാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കിട്ടും. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ ഭൂമി ലഭ്യതയില്ല. അതിന്റെ വികസനത്തിന് സർവത്ര തടസ്സങ്ങളാണ് വന്നിരിക്കുന്നത്. അതെ, അതായത് അവിടെ വല്ലാർപാടം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് അവിടെ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന സമരം പ്രശ്നമൊക്കെ ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അവിടെ കുറെ പേർക്ക് അവരുടെ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന് കാശ് കൊടുക്കുമല്ലോ. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യം, ഭൂമി ലഭ്യത അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ അങ്ങനെ മാറ്റിയിട്ട് നമ്മളെ മൊത്തം രാജ്യമായിട്ട് അങ്ങ് കാണുക. നമ്മൾ കേരളം എന്ന് സങ്കുചിതമായി ചിന്തിക്കുന്നതിന് പകരം ഈ പദ്ധതി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വത്താണെന്ന് കരുതിയാൽ ആ ഒരു പ്രശ്നം തീർന്നു. നമ്മുടെ തൊട്ടപ്പുറത്ത് തമിഴ്നാട് കന്യാകുമാരി ജില്ല അല്ലെങ്കിൽ തൂത്തുക്കുടി തുറമുഖം, ഇതുമായി ബന്ധപ്പെട്ട് വലിയ ലോജിസ്റ്റിക് പാർക്കുകളും വെയർഹൗസുകളും എല്ലാം അവിടെ സാധ്യമാകുന്നുണ്ട്. അവിടുന്ന് റെയിൽ കണക്ടിവിറ്റിയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത വളരെ വലുതാവുകയാണ്. അപ്പോൾ ഇത്തരം അനന്ത സാധ്യതകളുള്ള ഒരു സംഭവം നമ്മൾ ഇത്രയും കാലമായിട്ട് വികസിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ വല്ലാർപാടം എൻ്റെ വായുവരം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് 10 ലക്ഷം TEU എന്നാണ്. TEU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറിൻ്റെ അളവ് നിശ്ചയിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന അളവാണ്, മെഷർമെന്റ് ആണ്. അതായത് 20 അടി നീളമുള്ള ഒരു കണ്ടെയ്നർ, ചെറിയ കണ്ടെയ്നർ, അത് 2 എണ്ണം ചേർന്ന വലിയ ട്രെയിലറിൽ റോഡിൽ കൂടി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 10 ലക്ഷം കണ്ടെയ്നർ വെച്ചിട്ടുള്ള ഒരു ശേഷിയാണ് പ്രാരംഭഘട്ടത്തിൽ പറഞ്ഞത്. അത് തുടങ്ങിയത് 2024 ഡിസംബറിൽ തുടങ്ങിയപ്പോൾ അത്രയാണ് പറഞ്ഞത്. പിന്നീട് അതിൽ ഇപ്പോൾ 2026 മെയ്യിൽ വരുമ്പോൾ 1 മാസം കൊണ്ട് ഏതാണ്ട് 1,30,000 ഇതേപോലെയുള്ള കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെയുള്ള പ്രവർത്തനം വളരെ നമ്മൾ പ്രതീക്ഷിച്ചതിന് റോഡ് മാർഗം പാത പോലും അതാണ് പ്രശ്നം.
അതായത് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെയും നമുക്ക് പിടികിട്ടിയിട്ടില്ല. നമ്മുടെ പ്രധാന ചർച്ച അല്ല, നമ്മുടെ പ്രധാന ചർച്ച എന്താ? ഇതിന്റെ ക്രെഡിറ്റ് ആര്? ഉമ്മൻചാണ്ടി കല്ലിട്ടതാണോ? പിണറായി വിജയനോട് പണി കഴിപ്പിച്ചതാണോ? വി.ഡി. സതീശനോടെ? ഇതിനകത്തെ ഇത് ജനങ്ങളുടെ യഥാർത്ഥ വിഷയം മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിലുള്ള ഇത് കൊടുത്ത് പാരിതോഷികം കൊടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കഴിഞ്ഞാൽ ജനം മനസ്സിലാവാതെ എന്ന് പോകും. അല്ല, ഇത് മനസ്സിലാകാവുന്ന ഇതിപ്പോ പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷം ഇതുകൊണ്ടുള്ള ഗുണം ഭയങ്കരമാണ്. അല്ല, അവർക്ക് തന്നെ തൊഴിൽ സാധ്യത. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം. ഇതിനു മുമ്പ് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ അണിനിരത്തി പ്രശ്നങ്ങളുണ്ടായി. അതായത് ഒരു പദ്ധതി തുടങ്ങുക എന്നുള്ളത് വലിയ ശ്രമകരമാണ് കേരളത്തിൽ. മനസ്സിലാക്കിയെടുക്കാൻ അതിന്റെ സാധ്യതകൾ, അതായത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇത് വന്നാൽ നമുക്കും നമ്മുടെ നാടിനും ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തിയില്ല. പകരം കുറച്ചുപേരെ ഇളക്കി വിട്ട് എങ്ങനെ 10 വോട്ട് കിട്ടാം എന്നുള്ള ചിന്തയാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലുണ്ടായത്. അത് മാത്രമല്ല പ്രമേ, റെയിൽവേ ഇതിലുണ്ട്. റെയിൽവേയും ഈ കണ്ടെയ്നർ റെയിൽവേ മാർഗ്ഗം കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ല, അത് റോഡ് വരണം, റെയിൽ വരണം. ഒരു പരിധി വരെ നമ്മുടെ എന്താ പറയാ, രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ പോലും ഇതിലുണ്ട്. ചില്ലറ കാര്യമല്ല. 9.43 കിലോമീറ്റർ റെയിൽവേ ഇടനാഴിയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ അതൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എതിർപ്പ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ എന്തുകൊണ്ട് ഈ പദ്ധതി ഇത്രയും വൈകി, മറ്റൊരു വശം കൂടി നമുക്ക് പറയാം. നമ്മുടെ കൊച്ചി തുറമുഖം ഇവിടെ ലഭ്യമാണ്, നിലവിൽ വർക്കിംഗിലാണ്. പക്ഷേ നമ്മുടെ കണ്ണിൽ ഇതുവരെ ഉള്ളത് അതൊരു അടിപൊളി തുറമുഖമാണ്. പക്ഷെ അത് നമ്മുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് മാത്രം പര്യാപ്തമായൊരു തുറമുഖമാണ്. ഒരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ എന്ന കൺസെപ്റ്റിൽ വരില്ല. കാര്യം അത് ആഴക്കുറവ്, ഇതേപോലെ മദർഷിപ്പുകൾ വരാൻ പറ്റാത്ത ഒരു തുറമുഖമാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താം. കാര്യം നമ്മുടെ റോഡിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ചരക്ക് ഗതാഗതത്തിനുള്ള ലോറികൾ, നമ്മുടെ എണ്ണ ടാങ്കറുകൾ, മറ്റേ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടല്ലോ, അല്ല ബുള്ളറ്റ് ലോറി ഉണ്ടല്ലോ, നമ്മുടെ ഗ്യാസും കൊണ്ടാവും, മറ്റേ കായംകുളത്ത് അപകടമൊക്കെ സൃഷ്ടിച്ച. ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃത്യാലുള്ള പ്രത്യേകത കൊണ്ട് നമുക്ക് കടൽ തീരമുണ്ട്, ഉൾനാടൻ ജലഗതാഗത സാധ്യതകളുമുണ്ട്. ഈ ചരക്ക് മാർഗങ്ങളെല്ലാം തന്നെ നമുക്ക് ചെറിയ കപ്പൽ വഴി ആക്കിയിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ അതിലൂടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഇറച്ചിയും മീനും കൊണ്ടുപോകണമെന്നല്ല, ഇത്തരം സംഗതികളൊക്കെ ഉണ്ടല്ലോ, നിർമ്മാണ സാമഗ്രികൾ, അതേപോലെയുള്ള സംഗതികൾ, ഇപ്പോൾ ഗ്യാസ് ആണെങ്കിലും ശരി, അതെല്ലാം കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായിരുന്ന മെച്ചം എന്താണെന്നറിയാവോ? നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായ ഇടവേളകളിൽ മഴയും വെയിലും ഉള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ അതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതിന് കുറെ കൂടി വഷളാക്കുന്നതാണ് ഈ ചരക്ക് ലോറികളുടെ ഗതാഗതം. ശരിയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ കപ്പൽ നമ്മുടെ ജലപാതയെ ആശ്രയിച്ചിരുന്നെങ്കിൽ നമ്മുടെ റോഡുകളുടെ ആയുസ് ഒരു പരിധിവരെ കൂടുമായിരുന്നു. സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ലാഭിക്കാമായിരുന്നു. പിന്നെ റോഡിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക്, അപകടങ്ങൾ, ഇതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ കുഴപ്പം, നമ്മളിപ്പോഴും ഇപ്പം നമുക്ക് ചെറുകിട തുറമുഖങ്ങളുണ്ട്, ഇപ്പോൾ കോഴിക്കോടുണ്ട്, കൊല്ലത്തുണ്ട്. അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഈ വല്ലാർപാടത്ത് വലിയൊരു ഷിപ്പ് വരിക, അവിടെ നിന്നുള്ള ചരക്ക് ചെറുകിട കപ്പലിൽ കൊണ്ടുവന്ന് ഇന്ന സ്ഥലങ്ങളിൽ ഇറക്കുക. ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബായിട്ട് കൊച്ചി തുറമുഖത്തെ മാറ്റിയിട്ട് ഈ വല്ലാർപാടത്തെ പൂർണ്ണമായ അന്താരാഷ്ട്ര മേഖലയിലോട്ട് മാറ്റിയാൽ ഉണ്ടാകുന്ന മെച്ചം അതിഭീകരമാണ്. പിന്നെ മറ്റൊന്നും കൂടിയുണ്ട്, ഒരു കണക്കൂടി പറയുമ്പോഴേ നമുക്ക് കാര്യം വ്യക്തമാകുന്നത്. ഒരു ചെറുകിട ചരക്ക് കപ്പൽ എന്ന് പറയുന്നത് ഒരു 150 ചരക്ക് ലോറികൾക്ക് തുല്യമാണ്. അപ്പോൾ അത്രയും വാഹനങ്ങൾ നമ്മുടെ റോഡിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ തന്നെ കേരളം പോലൊരു സ്ഥലത്ത് റോഡുകളിൽ ശ്വാസം വിടാവുന്നൊരവസ്ഥയുണ്ടാകും. ഇപ്പോൾ ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു പരിധിവരെ ഗതാഗത കുരുക്ക് അഴിയുമെന്ന് കരുതാം. എന്നിരുന്നാലും അത് സമ്പൂർണ്ണമാകണമെങ്കിൽ ഈ ചരക്ക് ലോറികൾ നേരെ മാറി അത് നമ്മുടെ പാതയുടെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തേണ്ട അവസ്ഥയാണ്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രഖ്യാപിത അജണ്ടയുണ്ട്, 0 കാർബൺ എമിഷൻ, പരമാവധി മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ അതിനും ഏറ്റവും നല്ല മാർഗം ചരക്ക് ഗതാഗതം പരമാവധി ഈ കപ്പൽ ജലപാതകളിലൂടെ ആക്കുക എന്നുള്ളത് വലിയൊരു സാധ്യതയാണ്. ഏതായാലും വിഴിഞ്ഞം അല്ല പ്രേമ, ഈ വിഴിഞ്ഞത്തിൻ്റെ ഈ പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 1000-ഓളം വീടുകൾ, 4000-ഓളം ആളുകൾ ഒക്കെ ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ പരിധിക്കകത്ത് വരും. ഒരു കുടുംബങ്ങൾ ഇത്രയും
ഏതാണ്ട് 21 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. സ്കൂളുകൾ, പള്ളികൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അതൊരു ഒരു ഭാരിച്ച പണി തന്നെ ആയിരിക്കും. തുറമുഖ നിർമ്മാണത്തിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് ഇപ്പോൾ റെയിൽവേ കണക്ടിവിറ്റിക്കും മറ്റും സ്ഥലമൊക്കെ വേണം. അപ്പോൾ ഇത് നിസ്സാര സംഗതിയല്ല. നിസ്സാര സംഗതി അല്ല, ശരി തന്നെ. പക്ഷേ അതിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നതാണല്ലോ നമ്മുടെ ദേശീയപാത വികസനം. അതെ, അത് സാധ്യമാകുന്നുണ്ട്. വേണമെന്ന് വിചാരിച്ച് ഇതൊക്കെ നടക്കും. വേണമെന്ന് വിചാരിക്കാഞ്ഞതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ മാതൃക നമുക്ക് അനുകരിക്കാവുന്നതാണ്. വെറും ചെറിയൊരു രാജ്യം, കഷ്ടിച്ച് ഒരു ടൗണിൻ്റെ അത്രേ ഉള്ളൂ ആ രാജ്യം ലോക നെറുകയിൽ നിൽക്കാൻ കാരണം അവർ ഈ സാധ്യത മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഈ തുറമുഖം സിംഗപ്പൂരിലെ തുറമുഖം എന്ന് പറയുന്ന ഇതേപോലെ മദർഷിപ്പുകൾ വന്ന ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് അതിൻ്റെ സാധ്യത മനസ്സിലാക്കിയാണ് അവർ വലിയ രീതിയിൽ മുന്നേറി വന്നത്. കേരളം ഒരു 30 വർഷം മുമ്പെങ്കിലും ഇതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഈ രംഗത്തേക്ക് എത്തിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യില്ല. കുറേ മെച്ചപ്പെട്ട അവസ്ഥയിൽ നമ്മളിരുന്നെങ്കിലും ചർച്ച ചെയ്താൽ.